ഹായ്, പ്ലസ് ടുവിലെ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം അസെക്ഷൽ റീപ്രൊഡക്ഷനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. അതിൻ്റെ ബാക്കി കുറച്ച് ഭാഗങ്ങൾ നമുക്ക് ഇന്ന് പഠിക്കാം. നമ്മൾ ആദ്യമായി ഇന്ന് പഠിക്കുന്നത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന ടോപ്പിക്കാണ്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. വാട്ട് ഈസ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ? നമ്മൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ലോവർ ഗ്രൂപ്പ്സ് ഓഫ് പ്ലാന്റ്സിന്റെ കാര്യത്തിൽ പഠിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ പ്ലാന്റ്സിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. പ്ലാന്റ്സിന്റെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ പറയുന്ന പേരാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ദെൻ വാട്ട് ഈസ് മീൻ ബൈ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ? ദി അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ് ആർ കോൾഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. വാട്ട് ഈസ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ? Asexual reproduction in plants are called vegetative propagation. And അതുപോലെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഉപയോഗിക്കുന്ന പ്ലാന്റ് പാർട്ടിനെ പറയുന്ന പേരാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ. ഏത് ഭാഗമാണോ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, അടുത്ത തലമുറ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്ലാന്റിന്റെ പാർട്ടിനെ പറയുന്ന പേരാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ. വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ. What is vegetative propagule? The structure used for vegetative propagation. രണ്ട് വാക്കുകളാണെന്ന് പറഞ്ഞത്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്താണ്, വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ എന്താണ്. ആൻഡ് പ്രധാനപ്പെട്ട വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ മെത്തേഡ്സിനെ പറ്റിയാണ് നമ്മളിനി പറയുന്നത്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ മെത്തേഡ്സ്. പ്ലാന്റ്സിൽ നമുക്കറിയാം, വിത്ത് വഴിയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്നാണ് പറയുന്നത്. വിത്ത് അല്ലാതെ മറ്റു രീതിയിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പ്ലാന്റ്സ് ഉണ്ട്. നോക്കാം, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേറ്റീവ് മെത്തേഡ്സ്. ഇതിൽ കുറച്ചൊക്കെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. മോർഫോളജി എന്ന ചാപ്റ്ററിൽ മോഡിഫിക്കേഷനിൽ പഠിച്ചിട്ടുണ്ട്. ഒന്നാമതായിട്ട് നമ്മൾ പറയുന്നത് റണ്ണറിനെ പറ്റിയാണ്. റണ്ണർ ഒരു വെജിറ്റേറ്റീവ് പ്രൊപ്പഗേറ്റീവ് മെത്തേഡാണ് റണ്ണർ. വാട്ട് ഈസ് റണ്ണർ? റണ്ണറിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഹൈഡ്രോകോട്ടൈൽ. ഹൈഡ്രോകോട്ടൈൽ ഹൈഡ്രോകോട്ടൈൽ നമ്മൾ മലയാളത്തിൽ കുടങ്ങൽ എന്ന് പറയും. അതോടൊപ്പം മറ്റൊരെണ്ണം ഉണ്ട് ഓക്സാലിസ്. ഓക്സാലിസ് ഓക്സാലിസ് പുളിയാറൽ എന്ന് മലയാളത്തിൽ പറയും. ഒരു എക്സാമ്പിൾ കൂടെയുണ്ട്, ദാറ്റ് ഈസ് ഗ്രാസ്. റണ്ണർ, നമ്മൾ പൊതുവെ റണ്ണർ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് ഉദ്ദേശിക്കുന്നത്? ടെക്നിക്കലി ഇംഗ്ലീഷിലാണെങ്കിൽ നമ്മൾ പറയും ഓട്ടക്കാരൻ. അതുപോലെ തന്നെയാണ് നമുക്ക് ബോട്ടണിയിലും ഒരു ഓട്ടക്കാരനാണെന്ന് വേണമെങ്കിൽ അവരെ പറയാം. നോക്കാം, ഹൈഡ്രോകോട്ടൈൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കുടങ്ങൽ. ഇത് ചില സ്ഥലങ്ങളിൽ ചീരയായിട്ട് ഉപയോഗിക്കാറുണ്ട്. ചിലപ്പോൾ നമ്മൾ കോഴിക്കൊക്കെ മരുന്നായിട്ട് കൊടുക്കാറുണ്ട് കുടങ്ങൽ. സെക്കൻഡ് ഇയർ പ്രാക്ടിക്കലിന് ഡൈക്കോട്ട് സ്റ്റെമ്മിന് ഇതാണ് നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യാനായിട്ട് എടുക്കുന്ന മെറ്റീരിയൽ. ഓക്കെ, ഹൈഡ്രോകോട്ടൈൽ. ഹൈഡ്രോകോട്ടൈലിന്റെ സ്റ്റെം നമ്മൾ നോക്കുവാണെങ്കിൽ ഇറ്റ് ഇസ് എ സബേരിയൽ സ്റ്റെം. മണ്ണിന്റെ മേളിലൂടെ
ഇതുമാതിരി പോകും. ലോങ് സ്ലെൻഡർ സ്റ്റെം, ലോങ് സ്ലെൻഡർ സ്റ്റെം. And they grow on the surface of soil. മണ്ണിന്റെ മേളിലൂടെ they grow on the surface of soil. മണ്ണിന്റെ മേളിലൂടെ പടർന്നു പോയതിന് ശേഷം എന്ത് ചെയ്യുന്നറിയാമോ? ഫ്രം ദ നോഡ്സ്, നോഡ്സിൽ നിന്ന്. വാട്ട് ഇസ് നോഡ്? നോഡ് എന്ന് പറഞ്ഞാൽ the part from where a leaf arises is called node. See, അതിന്റെ ലീഫ് ഇങ്ങനെയാ കാണുന്നത്. ലീഫ് എറൈസ് ചെയ്യുന്ന ഭാഗത്തെ നമ്മൾ നോഡെന്ന് പറയും. ഇതാ, നോഡ്സിൽ നിന്ന് ലീഫ് എറൈസ് ചെയ്യുന്നുണ്ട്. ആൻഡ് താഴെ റൂട്ടും എറൈസ് ചെയ്യും. ഓക്കെ, അപ്പൊ എന്താണ് റണ്ണർ? റണ്ണർ example hydrocotyl oxalis grass, they grow on the surface of soil and it produce nodes and roots below. നോട്ട്സിൽ ലീഫ് മുകളിലായിട്ട് വരും, റൂട്ട്സ് താഴെയായിട്ട് വരും. എഗെയിൻ വീണ്ടും അതിൽ നിന്ന് ബഡ്സ് ഫോം ചെയ്ത് വളരാൻ തുടങ്ങും. ലോങ് സ്ലെൻഡർ സ്റ്റെം, അതിന്റെ ലോങ് സ്ലെൻഡർ സ്റ്റെം വരും. കുറച്ച് ദൂരം അത് വളർന്നു പോയതിനു ശേഷം അവിടെ വീണ്ടും നോഡ് വരും. നോഡ്സ് ഫോം ചെയ്യും. നോഡ്സ് ഫോം ചെയ്യും. ആൻഡ് റൂട്ട്സ് അറൈസ് ഫ്രം ദിസ്. ഇത്തരത്തിലുള്ള വെജിറ്റേറ്റീവ് പ്രൊപ്പഗേറ്റീവ് മെത്തേഡിന് പറയുന്ന പേരാണ് റണ്ണർ. ഓക്കെ, വാട്ട് ഈസ് റണ്ണർ? റണ്ണർ it consists of long slender internode. ഇത് ഇന്റർനോഡാണ്. എന്തുകൊണ്ടാണ് ഇന്റർനോഡ് എന്ന് ഇതിനെ പറയാൻ കാര്യം? ഇത് നോഡാണ്, ഇവിടെയും നോഡാണ്, ഇവിടെയും നോഡാണ്. അപ്പൊ രണ്ട് നോഡുകൾക്ക് ഇടയിലുള്ള ഭാഗത്തിന് പറയുന്ന പേരാണ് ഇന്റർനോഡ്. ലോങ് സ്ലെൻഡർ ഇന്റർനോഡ്. They grow on the surface of soil and from the nodes it produce a leaf towards leaves above and roots below. ഈ രീതിയിലുള്ള നമ്മൾ പറയുന്ന പേരാണ് റണ്ണർ. ഓക്കെ, അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഹൈഡ്രോകോട്ടൈലിന്റെ അല്ലെങ്കിൽ ഓക്സാലിസിന്റെ അല്ലെങ്കിൽ ഗ്രാസിന്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേറ്റീവ് മെത്തേഡ് ചോദിച്ചാൽ ദാറ്റ് ഇസ് റണ്ണർ. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് സക്കർ. സക്കർ നോക്കാം എന്താണെന്ന്. സക്കർ. രണ്ടാമത്തത് സക്കർ. What is meant by സക്കർ? ഇതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത് ബനാന ആൻഡ് ക്രൈസാന്തിമം. ക്രൈസാന്തിമം, ക്രൈസാന്തിമം, ജമന്തി. ബനാനയിലാണെങ്കിൽ നമുക്ക് നോക്കാം അത് എങ്ങനെയാ സക്കറായിട്ട് വരുന്നതെന്ന്. ഇതാണ് ബനാന പ്ലാന്റ്. അതിന്റെ ബേസ് ഇതാ വരുന്നു. ഇത് മണ്ണ്, സോയിൽ. ഇതിന്റെ ലാറ്ററൽ ബ്രാഞ്ചസ് എറൈസ് ബിലോ ദി സോയിൽ. ഫ്രം എറൈസ് ക്ലോസ് ടു ദ ഗ്രൗണ്ട് അല്ലെങ്കിൽ ബിലോ ദ സോയിൽ. മണ്ണിന്റെ അടിയിൽ നിന്ന് ലാറ്ററൽ ബ്രാഞ്ചസ് വരും. lateral branches വരും. And they travel under the soil. മണ്ണിന്റെ അടിയിലൂടെ സഞ്ചരിച്ചിട്ട് and they arise as a new plant. Arise as a new plant. പക്ഷെ അപ്പൊ നമ്മൾ നോക്കുമ്പോൾ വാഴയുടെ അടുത്ത് ഒരു കൊച്ചു കന്ന് നിൽക്കുന്നുണ്ട്. വാഴക്കന്ന് എന്നാണ് നമ്മൾ പറയുന്നത്. വാഴയുടെ ഒരു കൊച്ചു പ്ലാന്റ് നിൽക്കുന്നുണ്ട്. ഇത് നമ്മൾ പലപ്പോഴും കാണാറില്ല. അത് മണ്ണിന്റെ അടിയിലായിരിക്കും. ഓക്കെ, ഇങ്ങനെ കാണുന്നതിന് പറയുന്ന പേരാണ് സക്കർ. അപ്പൊ റണ്ണറും സക്കറും തമ്മിൽ വ്യത്യാസമുണ്ട്. റണ്ണർ എന്ന് പറയുമ്പോൾ above the surface and സക്കർ എന്ന് പറയുമ്പോൾ below the soil and it arises as a new plant. അതുപോലെ തന്നെ ക്രൈസാന്തിമം, ജമന്തിയിലും അതുപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതാണ് ആ ജമന്തി ചെടിയെങ്കിൽ ഓക്കെ, അതിന്റെ ലോവർ ബ്രാഞ്ചസ് ഇങ്ങനെ വരും. ലോവർ ബ്രാഞ്ചസ്
ആ ലോവർ ബ്രാഞ്ചസിൽ നിന്ന് താഴേക്ക് റൂട്ട്സ് അറൈസ് ചെയ്യും. എന്നിട്ട് ഈ മണ്ണിനോട് ചേർന്ന് വളരുന്ന ഈ ഭാഗത്തിന് ഒരു ന്യൂ പ്ലാന്റ് ആയിട്ട് വളരാനുള്ള എബിലിറ്റി ഉണ്ട്. അപ്പൊ നോക്കൂ, വാട്ട് ഇസ് സക്കർ? വാട്ട് ആർ ദി എക്സാമ്പിൾസ് ഓഫ് സക്കർ? ബനാന ആൻഡ് ക്രൈസാന്തിമം ആർ ദി എക്സാമ്പിൾസ് ഓഫ് സക്കർ. എന്താ സക്കറിന്റെ പ്രത്യേകത? ദേ എറൈസ് close to ground or below the soil, which travel or grow below the soil and arise as a new plant. Okay, banana. Another one, മൂന്നാമത്തേത് നമ്മൾ പറയുന്നത് that is potato. പൊട്ടറ്റോ എക്സാമ്പിൾ ആണ്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേറ്റീവ് മെത്തേഡിന് പറയുന്ന പേര് സ്റ്റെം ട്യൂബർ. ഓക്കെ, ഒരു പൊട്ടറ്റോ, ഇതാണ് നമ്മുടെ ഒരു പൊട്ടറ്റോ. ഓക്കെ, നമ്മുടെ വീട്ടിലെ പൊട്ടറ്റോ നിങ്ങൾ നോക്കിയാൽ അവിടെയായിട്ട് സ്മോൾ ഡിപ്രഷൻസ് ആർ ദെയർ. സ്മോൾ ഡിപ്രഷൻസ് അവിടെയായിട്ട് ചെറിയ കുഴിവുകൾ കാണാൻ പറ്റും. ഈ ഡിപ്രഷൻസിന് പറയുന്ന പേര് eyes of the potato. ഈ ഐസിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ buds are formed here. Buds are there. ഇതിന് പറയുന്ന പേര് അഡ്വന്റീഷ്യസ് ബഡ്സ് എന്നാണ് പറയുന്നത്. അഡ്വന്റീഷ്യസ് ബഡ്സ്. ഓക്കെ, അപ്പോൾ സ്റ്റെം ട്യൂബർ എക്സാമ്പിൾ പൊട്ടാറ്റോ. It consists of buds inside the buds on the ice. ഐസിൽ ബഡ്സ് കാണാൻ പറ്റും. ഇത് വളർന്നിട്ടാണ്, ഈ ബഡ്സ് വളർന്നിട്ടാണ് നമ്മൾ പലപ്പോഴും കാണാൻ സാധിക്കും. മഴ സമയത്തൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ നനവുള്ള സമയത്തൊക്കെ ആണെങ്കിലും പൊട്ടറ്റോ മുളച്ചിരിക്കും നമ്മൾ കാണാൻ പറ്റും. അത് ഈ ബഡ്സ് ഇവിടെ ഇരുന്ന് കൊണ്ട് മുളയ്ക്കുന്നതാണ്. ഓക്കെ, അപ്പൊ 3 പറഞ്ഞത് റണ്ണർ എക്സാമ്പിൾ ഹൈഡ്രോകോട്ടൈൽ, ഓക്സാലിസ് ആൻഡ് ഗ്രാസ്. സക്കർ, ബനാന, ക്രൈസാന്തിമം. Then stem tuber example potato. And the next one, adventitious buds on leaves. അപ്പോൾ നമ്മൾ പുതിയ പ്ലാന്റ് ഉണ്ടാക്കാനുള്ള വെജിറ്റേറ്റീവ് പ്രൊപ്പഗേറ്റീവ് മെത്തേഡ്സിൽ അടുത്ത് പറയാൻ പോകുന്ന ഇലകളിലൂടെ ചെടികൾ ഉണ്ടാവും. നമ്മളങ്ങനെ കോമൺ ആയിട്ട് കണ്ടിട്ടില്ല ഇലയിൽ നിന്ന് പുതിയ ചെടി ഉണ്ടാകുന്നത്. ഇലയിൽ നിന്ന് പുതിയ ചെടി ഉണ്ടാകാം. adventitious buds on leaves. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ബ്രയോഫില്ലം എന്ന പ്ലാന്റ് ആണ്. ബ്രയോഫില്ലത്തെ പറയുന്നത് ഇലമുളച്ചി എന്നാണ് പറയുന്നത്. ഇലമുളച്ചി നോക്കൂ, അതിന്റെ ലീഫിനെ the leaf of Bryophyllum. Okay, and the leaf. ഈ ലീഫിന്റെ നോച്ചസിൽ നിന്ന്, നോച്ചസ് മീൻസ് ഈ കാണുന്ന ഇടുക്കുകളിൽ നിന്ന് ന്യൂ പ്ലാന്റ് അറൈസസ്. ഫ്രം ദ നോച്ചസ് ന്യൂ പ്ലാന്റ് അറൈസസ്. ഇവിടെ അതായത് ഈ നോച്ചസില് ബഡ്സ് കാണും. ബഡ്സ് ചെറിയ ബഡ്സ് കാണും. ഈ ബഡ്സിന് പറയുന്ന പേര് അഡ്വന്റീഷ്യസ് ബഡ്സ് എന്നാണ്. അഡ്വന്റീഷ്യസ് ബഡ്സ്. ഈ അഡ്വന്റീഷ്യസ് ബഡ്സിൽ നിന്നും പുതിയ പ്ലാന്റ്സ് ഉണ്ടാകും. അപ്പൊ നമ്മൾ ഈ ബ്രയോഫില്ലത്തിനെ കൊണ്ടുവന്ന് പുതിയ പ്ലാന്റ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഒരു ഇല മാത്രം മുറിച്ചു കൊണ്ടുവന്ന് ഇട്ടാൽ മതി. ഒരു ഇലയുടെ ചെറിയ ഒരു ഭാഗം മുറിച്ചു കൊണ്ടുവന്ന് നമ്മൾ ഇടുകയാണെങ്കിൽ അതിൽ നിന്ന് പുതിയ ഒരു പ്ലാന്റ് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, that is adventitious buds on leaves, example Bryophyllum. Okay, and next is
റൈസോം. എനിക്ക് തോന്നുന്നു അത് അഞ്ചാമത്തേതാണെന്ന് തോന്നുന്നു. അഞ്ചാമത്തേത് നമ്മൾ പറയാൻ പോകുന്നത് റൈസോം. ഇറ്റ് ഈസ് എ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേറ്റീവ് മെത്തേഡ്. ഏതാണ് എക്സാമ്പിൾ? ജിഞ്ചർ. ജിഞ്ചർ ജിഞ്ചറാണ് എക്സാമ്പിൾ. ഓക്കെ, ഇഞ്ചി. ജിഞ്ചർ. ഒരു റഫ് ഡയഗ്രാം നമ്മൾ വരയ്ക്കുവാണെങ്കിൽ ഇഞ്ചി എങ്ങനെയാ അടുത്ത തലമുറ ഉൽപ്പാദിപ്പിക്കുന്നത്? ഇഞ്ചിക്ക് വിത്തില്ല, പകരം എന്താ ഉള്ളത്? ബഡ്സ് ആർ ഹിയർ. ബഡ്സ് ഹിയർ ഓൾസോ ബഡ്സ് ഓൺ റൈസോം. റൈസോമിലുള്ള ബഡ്സ് വഴിയാണ് പുതിയ തലമുറ ഉൽപ്പാദിപ്പിക്കുന്നത്. മണ്ണിനടിയിൽ കാണപ്പെടുന്ന this highly branched structures are called rhizome. Example, ginger. Then another one. ആറാമത്തേത് ബൾബ്. എക്സാമ്പിൾ ഓണിയൻ. ബൾബ് വളരെ ഫെമിലിയർ ആയിട്ടുള്ള വാക്കാണ്. ബൾബിന്റെ ഷേപ്പ് നമുക്കറിയാമല്ലോ. അത് തന്നെയാണ് ഓണിയന്റെയും ഷേപ്പായിട്ട് വരുന്നത്. ബൾബ്. അപ്പൊ ഓണിയന്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളിന്റെ പേരാണ് ബൾബ്. സവാളയൊക്കെ മുറിച്ച് വയ്ക്കുമ്പോഴത്തേക്കും ഇരിക്കുന്ന അതേ ഷേപ്പ് തന്നെയാണ് നമ്മൾ ബൾബ് എന്ന രീതിയിൽ പറയുന്നത്. നെക്സ്റ്റ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേറ്റീവ് മെത്തേഡ് ഈസ് കോൾഡ് ബൾബിൽ. Then bulbils. ബൾബിൽസിന് എക്സാമ്പിൾ അഗേവ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. അഗേവ് ഈ പ്ലാന്റിനെ നമുക്ക് അത്ര ഫെമിലിയർ അല്ല. അതിന്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേറ്റീവ് മെത്തേഡിന് പറയുന്ന പേര് ബൾബിൽസ് എന്നാണ്. പക്ഷെ അതുപോലിരിക്കുന്ന ഒരാളെ നമ്മൾ കണ്ടിട്ടുണ്ട്. മറ്റൊരു ബൾബിൽ എക്സാമ്പിളായിട്ട് വരുന്ന ഒരെണ്ണം നമ്മൾ കണ്ടിട്ടുണ്ട്. ഉദാഹരണം പൈനാപ്പിൾ. നമുക്കറിയാം പൈനാപ്പിൾ ചെടിയിൽ ഇതാണ് പൈനാപ്പിൾ എന്ന് നമ്മൾ കരുതുക. ആക്ച്വലി നമ്മളുടെ ഈ പൈനാപ്പിൾ എന്ന് പറയുന്നത് അതിൻ്റെ ഇൻഫ്ലോറസൻസ് ആയിരുന്നു, പൂക്കുലയായിരുന്നു ഇൻഫ്ലോറസൻസ്. ആ പൂക്കുലയാണ് എന്തായിട്ട് മാറുന്നതെന്ന് അറിയാവോ? ഫ്രൂട്ടായിട്ട് മാറുന്നത്, ഒരു മൾട്ടിപ്പിൾ ഫ്രൂട്ട്. നമുക്കത് പഠിക്കാനില്ല. ഓക്കെ, അതിൻ്റെ മേളിൽ നോക്കുവാണെങ്കിൽ ഇതേമാതിരി സ്ട്രക്ചേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഇതിന് പറയുന്ന പേരാണ് ബൾബിൽസ്. ഓക്കെ, ദിസ് ഈസ് ബൾബിൽസ്. അപ്പൊ പൈനാപ്പിൾ എങ്ങനെയാണ് നമ്മൾ നടുന്നത്? പൈനാപ്പിളിന്റെ പുതിയ ചെടി ഉണ്ടാകുന്നത് ഈ ഭാഗം നമ്മൾ ഒടിച്ചെടുത്ത് നടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന് പറയുന്ന പേരാണ് ബൾബിൽ. നമ്മൾ അഗേവ് എന്ന് പറയുന്ന സാധനം കണ്ടിട്ടില്ല, പക്ഷെ അതുപോലെ ഇരിക്കുന്ന പൈനാപ്പിൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് കേട്ടോ അഗേവിന്റെ ഒരു ഇമേജ് ടീച്ചർ സെൻഡ് ചെയ്യാം. ഇതേമാതിരി തന്നെയാണ് വരുന്നത്. അത് ഒരു ന്യൂ പ്ലാന്റ് ഫ്ലവറിന്റെ ടോപ്പിലായിട്ട് കാണപ്പെടും. ഓക്കെ, അഗേവിന്റെ എക്സാമ്പിൾ ബൾബിൽസ് ആണ്. And one more, offset. എന്താ ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ?
ഓഫ്സെറ്റിന് എക്സാമ്പിളായിട്ട് വരുന്നത് ഐക്കോണിയ അഥവാ കുളവാഴ. ഐക്കോണിയ എന്ന് പറയും. ദാറ്റ് ഇസ് കുളവാഴ. ഇതാണ് ഓഫ്സെറ്റിന് എക്സാമ്പിൾ. നമ്മൾ കണ്ടിട്ടുണ്ടാകും കുളവാഴയെ ധാരാളമായിട്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ വേളി കായലിൽ ധാരാളം ഐക്കോണിയ കുളവാഴ അതിൻ്റെ വെള്ളത്തിൻ്റെ മേളിൽ പരന്ന് കിടപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരത്തോട്ട് വരികയാണെങ്കിൽ പാർവതി പുത്തനാറിൽ അല്ലേ, അത് ആ തോടിൻ്റെ വെള്ളത്തിൻ്റെ ഒഴുക്ക് നിലച്ചു പോകാൻ തന്നെ വലിയൊരു റോള് നമ്മുടെ ഐക്കോണിയക്കുണ്ട്. നോക്കാം, ഇതിനെ ഐക്കോണിയ എങ്ങനെയാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ നടത്തുന്നത് നോക്കണേ. അതിൻ്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേറ്റീവ് സ്ട്രക്ചറിന് പറയുന്ന പേരാണ് ഓഫ്സെറ്റ്. നോക്കാം, ഓഫ്സെറ്റ് ഏകദേശം നമ്മുടെ റണ്ണറിൻ്റെ ഒരു രീതിയായിട്ട് പറയാൻ പറ്റും. പക്ഷെ റണ്ണർ മണ്ണിന് മുകളിലുള്ള ചെടിയിലാണെങ്കിൽ ഓഫ്സെറ്റ് അക്വാട്ടിക് പ്ലാന്റ്സിലാണ് കാണുന്നത്. നോക്കാം, അവിടെയും ഷോർട്ട് തിക്ക് ഇന്റർനോഡ്. നമ്മൾ റണ്ണർ എങ്ങനെയാ പറഞ്ഞത്? ലോങ് സ്ലെൻഡർ ഇന്റർനോഡ് എന്നാ പറഞ്ഞത് അല്ലേ? പക്ഷെ ഇവിടെ പറയുന്നത് ഷോർട്ട് തിക്ക് ഇന്റർനോഡ് ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ന്യൂമറസ് ലീവ്സ്. ഇഷ്ടമാതിരി ലീവ്സ് അതിന് ചുറ്റും കാണാൻ പറ്റും. ഐക്കോണിയയും പിസ്റ്റിയും ഒക്കെ ഇതേമാതിരി തന്നെയാണ്. റോസെറ്റ് ഓഫ് ലീവ്സ്, റോസെറ്റ് കൂട്ടം കൂടി ലീവ്സ് കാണാൻ പറ്റും. ഇത് ടീച്ചർ വരച്ചത് പിസ്റ്റിയയാണ്, കുട്ടപ്പായ. അതുപോലെ തന്നെയാണ് ഐക്കോണിയയും വരുന്നത്. എന്താണ്? ഷോർട്ട് തിക്ക് ഇന്റർനോഡ് ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് റോസെറ്റ് ഓഫ് ലീവ്സ്. അടുക്കിയുള്ള ഇലകളും താഴേക്ക് റൂട്ട്സും കാണാൻ പറ്റും നോട്ട്സിൽ തന്നെ. ഐക്കോണിയ ആയാലും ഇങ്ങനെ തന്നെയാണ്. ഐക്കോണിയ വരയ്ക്കുന്നുണ്ടെങ്കിൽ ഷോർട്ട് തിക്ക് ഇന്റർനോഡ്, then it consists of ഇതേമാതിരിയായിരിക്കും കാണുന്നത്. താഴോട്ട് ലീവ്സ്, ഇതേമാതിരി വീണ്ടും ലീവ്സ് കാണാൻ പറ്റും. ഐക്കോണിയ. ഓക്കെ, ദ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ ഈസ് കോൾഡ് ഓഫ്സെറ്റ്. ഇപ്പം നമ്മൾ പറഞ്ഞത് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞത് റണ്ണർ. റണ്ണറിന് എക്സാമ്പിൾ ഹൈഡ്രോകോട്ടെ, ഓക്സാലിസ്, ഗ്രാസ്. സക്കർ, ക്രൈസാന്തിമം, ബനാന. സ്റ്റെം ട്യൂബർ എക്സാമ്പിൾ പൊട്ടറ്റോ. ദെൻ അഡ്വെന്റീഷ്യസ് ബഡ്സ് ഓൺ ലീവ്സ് ആണെങ്കിൽ ബ്രയോഫിലം ആയിരുന്നു എക്സാമ്പിൾ. റൈസോം, ജിഞ്ചർ ആയിരുന്നു എക്സാമ്പിൾ. ബൾബ്, ഓണിയൻ. ബൾബിൽസ്, അഗേവ് ആണ് എക്സാമ്പിൾ. ഓഫ്സെറ്റ്, ഐക്കോണിയ. ആൻഡ് നെക്സ്റ്റ് ഈസ് വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന്റെ മെത്തേഡ്സ് എല്ലാം നമ്മൾ പറഞ്ഞു. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ നടത്തുന്നതുകൊണ്ട് എന്താണ് അഡ്വാൻറ്റേജ്? What are the advantages of vegetative propagation? ഒന്നാമത്തെ അഡ്വാൻറ്റേജ്, നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്താണെന്ന് പറഞ്ഞു? They are the asexual reproduction in plants. asexual reproductionലൂടെ ഉണ്ടാകുന്നത് എപ്പോഴും ക്ലോൺസ് ആയിരിക്കും. ക്ലോൺസ് ആർ ഫോംഡ് ഹിയർ. ഓക്കെ, ക്ലോൺസ് ആണ് ഉണ്ടായത്. ഓക്കെ, asexual reproduction ഫലമായിട്ട് അഥവാ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന്റെ ഫലമായിട്ട് ഉണ്ടാകുന്നത് എപ്പോഴും ക്ലോൺസ് ആയിരിക്കും. What is clone? Clones are morphologically and genetically similar offsprings that are similar to their parents. അല്ലേ? ക്ലോൺസ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണലി കാണാൻ ഒരുപോലെ ഇരിക്കും, ജനറ്റിക്കലി ഒരുപോലെ ഇരിക്കും, ആൻഡ് ദേ ആർ സിമിലർ ടു ദർ പാരൻസ്. ഓക്കെ, രണ്ടാമത് ക്ലോൺസ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ജനറ്റിക് വേരിയേഷൻ ആബ്സെന്റ്.
genetic variation and such. Okay, these are the advantages of vegetative propagation. ഒരു പോയിന്റ് കൂടെ നമുക്ക് പറയാം. നമ്മൾ അല്പം മുമ്പ് പറഞ്ഞ ഐക്കോണിയയുടെ കോമൺ നെയിം വാട്ടർ ഹയാസിന്ത് എന്ന് പറയും. വാട്ടർ ഹയാസിന്ത്. That is ഐക്കോണിയ. ഐക്കോണിയ ഏതാണ്? കുളവാഴ. ഐക്കോണിയ is called terror of Bengal. Why? Terror of Bengal. ഐക്കോണിയ നമുക്കും അറിയാം, അവൻ നമ്മുടെ നാട്ടിലും ഒരു ശല്യക്കാരനാണ്. ടെറർ, വാട്ടർ ബോഡീസിനെല്ലാം ഒരു ഭീഷണിയാണ് നമ്മുടെ ഐക്കോണിയ അഥവാ കുളവാഴ എന്ന് പറയുമ്പോൾ. എന്തുകൊണ്ടാണ് അവന് ടെറർ ഓഫ് ബംഗാൾ എന്ന് പറയാൻ കാര്യം? ഇപ്പൊ ബംഗാളിന്റെ മാത്രമല്ല, കേരളത്തിലും മിക്കവാറും എല്ലാ വാട്ടർ ബോഡീസിനെയും ഓക്കുപ്പൈ ചെയ്തിരിക്കുന്ന ഒരു ടെറർ തന്നെയാണ് ഐക്കോണിയ അഥവാ കുളവാഴ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അവനെ അങ്ങനെ പറയാൻ കാര്യം? ആൻഡ് ഐക്കോണിയ is a weed. What is weed? Weed means kalasasya. They are weeds on standing water. What is standing water? കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ അഥവാ പോണ്ട്, ലേക്ക് പോലെയുള്ളവയിൽ they are the weeds. Weed means കളകൾ. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലെ കളകളായിട്ടാണ് ഇവയെ കാണപ്പെടുന്നത്. And they are the introduced plants. എന്താ ഇൻട്രൊഡ്യൂസ്ഡ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ? എന്ന് വെച്ചാൽ അവൻ നമ്മുടെ നേറ്റീവ് ആയിരുന്നില്ല. ഈ ഐക്കോണിയ നമ്മുടെ ആളേ ആയിരുന്നില്ല. ഇവനെ സൗത്ത് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവരപ്പെട്ട ചെടിയാണ്. എന്തിനായിരിക്കും കൊണ്ടുവന്നത്? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇവന്റെ ഫ്ലവർ കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഒരു പിങ്ക്, ബ്ലൂയിഷ് വയലറ്റ് അഥവാ ഒരു ലാവൻഡർ കളർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അത്രയും മനോഹരമായ പൂക്കളാണ് ഇവയ്ക്കുള്ളത്. ആ മനോഹരമായ പൂക്കളും അതുപോലെ തന്നെ അതിൻ്റെ പീറ്റ്യൂൾസ് ഉള്ളനാണ്. ഇലകൾ നോക്കിയാൽ അറിയാം. അതിൻ്റെ ആ ഒരു ഭംഗി കണ്ടിട്ട് അതിനെ നമ്മുടെ നാട്ടിലോട്ട് കൊണ്ടുവന്നതാണ്. അങ്ങനെ നമ്മുടെ നാട്ടിൽ ഇല്ലാത്തൊരു പ്ലാന്റിനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും ഇറ്റ്സ് ആൻ ഇൻട്രൊഡ്യൂസ്ഡ് പ്ലാന്റ്. ഇറ്റ്സ് ആൻ ഇൻട്രൊഡ്യൂസ്ഡ് പ്ലാന്റ്. ഇൻട്രൊഡ്യൂസ്ഡ് പ്ലാന്റ്. ഓക്കെ. ആൻഡ് അവയുടെ പ്രത്യേകത they propagate through offset. നമ്മൾ അല്പം മുമ്പ് പറഞ്ഞല്ലോ ഓഫ്സെറ്റ് എന്താണെന്ന്. തിക്ക് ഷോർട്ട് ഇന്റർനോഡും കൂട്ടമായിട്ടുള്ള ഇലകളുമായിട്ട് വളരെ ഫാസ്റ്റായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന മെത്തേഡിന് പറയുന്ന പേരാണ് ഓഫ്സെറ്റ് എന്ന്. ആൻഡ് സ്പ്രെഡ് റാപ്പിഡ്ലി ഓവർ വാട്ടർ സർഫസ്. സ്പ്രെഡ് റാപ്പിഡ്ലി, വളരെ പെട്ടെന്ന് വളരെ ഫാസ്റ്റായിട്ട് വാട്ടർ സർഫസിൽ സ്പ്രെഡ് ചെയ്യും. സ്പ്രെഡ് റാപ്പിഡ്ലി ഓവർ വാട്ടർ സർഫസ്, വെള്ളത്തിൻ്റെ മുകളിൽ വളരെ പെട്ടെന്ന് അത് സ്പ്രെഡ് ചെയ്യും. ഓക്കെ. നമുക്കറിയാം ഒരു കുളത്തിൽ ഒരു 6 മാസം കൊണ്ട് ഒരു കുളത്തിൻ്റെ പകുതിയോളം ഐക്കോണിയ ഫില്ല് ചെയ്ത് കഴിഞ്ഞു എങ്കിൽ പിന്നെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് 1 മാസം പോലും, ബാക്കി പകുതി ഫില്ല് ചെയ്യാനായിട്ട് 1 മാസം പോലും വേണ്ട. വളരെ ഫാസ്റ്റായിട്ട് അതങ്ങ് ഫില്ല് ചെയ്യും. ഓക്കെ. സ്പ്രെഡ് റാപ്പിഡ്ലി ഓവർ വാട്ടർ സർഫസ് വിത്തിൻ ഷോർട്ട് ടൈം. അധികം സമയമൊന്നും വേണ്ട. വിത്തിൻ ഷോർട്ട് ടൈം. ഓക്കെ. അങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നതുകൊണ്ട് എന്താ കുഴപ്പമുണ്ടാകുന്നത്? നമുക്കറിയാം എയറേഷൻ ഈസ് നോട്ട് പോസിബിൾ അല്ലേ? അന്തരീക്ഷവുമായിട്ട് പിന്നെ ആ വാട്ടറിന് ബന്ധമില്ല. അപ്പൊ എയറേഷൻ ഈസ് നോട്ട് പോസിബിൾ. അങ്ങനെയാണെങ്കിൽ വെള്ളത്തിൽ ജീവിക്കുന്ന ഫിഷസും അക്വാട്ടിക് ഓർഗാനിസംസും അവയ്ക്കൊക്കെ എങ്ങനെ ജീവിക്കാൻ സാധിക്കില്ല. ഡൈ. ഓക്കെ. അപ്പോൾ ഐക്കോണിയയുടെ മറ്റൊരു പ്രത്യേകത they drains oxygen from water.
they drain oxygen from water. അതുകൊണ്ട് the fishes and aquatic organisms die. ഫിഷസ് ചത്തുപോകും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇവരെയൊക്കെ പറക്കി എടുത്ത് പെട്ടെന്ന് എടുത്ത് കളയാൻ പറ്റും. ഇറ്റ് ഇസ് നോട്ട് ഈസി ടു റിമൂവ് ദിസ്. കാരണം ചെറിയ ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ തന്നെ വളരെ പെട്ടെന്ന് അത് റാപ്പിഡ്ലി മൾട്ടിപ്ലൈ ചെയ്ത് അതെല്ലാം ഓക്കുപ്പ് ചെയ്യും. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഗെറ്റ് റിഡ് ഫ്രം ദം. ഗെറ്റ് റിഡ് ഓഫ് എന്ന് പറഞ്ഞാൽ എസ്കേപ്പ്. വാട്ടർ ബോഡീസിന് ഇതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമില്ല. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു എസ്കേപ്പ് ഫ്രം ദിസ്. അപ്പം നോക്കാം, വൈ ഐക്കോണിയ ഓർ വാട്ടർ ഹയാസിന്ത് is called terror of Bengal, because water hyacinth is a weed on standing water. It's an introduced plant. They propagate through offset and spread rapidly over water surface within a short time, and they drain oxygen from water, so fishes and aquatic organisms die. It is very difficult to get rid from